ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഏതായാലും ഇവിടെ കോക്കനട്ട് റൈസ് ഇന്നത്തെ ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതാവട്ടെ ഈ ആഴ്ചത്തെ വീഡിയോ എന്ന്. കോക്കനട്ട് റൈസ് നമ്മൾ പല സ്റ്റേറ്റിൽ പല രീതിയിൽ ഉണ്ടാക്കും. നമ്മുടെ നാട്ടിൽ തേങ്ങാച്ചോറെന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഉണ്ടാക്കും, തമിഴ്നാട്ടിൽ വേറൊരു സ്റ്റൈൽ ഉണ്ടാക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആംഗ്ലോ ഇന്ത്യൻ സ്റ്റൈലിൽ കോക്കനട്ട് റൈസാണ്. കോക്കനട്ട് റൈസ് എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒരു സ്റ്റാപ്പിൾ ഡിഷാണ്. എക്സ്പെഷ്യലി സൺഡേയ്സിൽ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ബിരിയാണി ചെയ്യുന്ന പോലെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതിൻ്റെ കൂടെ ആക്ച്വലി മീറ്റ് ബോൾ കറിയാണ് ചെയ്യാറുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോമ്പിനേഷൻ. പക്ഷേ ഞാനിന്നിവിടെ ചെയ്യുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയോ മട്ടൻ കറിയോ എല്ലാം അതിൻ്റെ കൂടെ പോകും. മീറ്റ് ബോൾ കറി ഒരു സ്പെഷ്യലാണ്. അത് ഇനി ഒരു അവസരത്തിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റൈല് കോക്കനട്ട് റൈസ് നിങ്ങൾ ഇതുവരെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ഇത് വളരെ സിമ്പിളാണ്. ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ സൺഡേയ്സ് എല്ലാവരും ഉള്ളപ്പോഴോ ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഡിഷ് തന്നെയാണിത്. അപ്പോൾ ഈ ആംഗ്ലോ ഇന്ത്യൻ സ്റ്റൈൽ കോക്കനട്ട് റൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾക്ക് വേണ്ടത് അരി, ജീര റൈസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് 3-4 വട്ടം ഒന്ന് കഴുകിയിട്ട് കുതിരാൻ വയ്ക്കുക, ഒരു 15 to 20 മിനിറ്റ്സ്. പിന്നെ സ്പൈസസ് ഒരു 8-10 ഗ്രാമ്പൂ, ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. അത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ എടുക്കണ്ട. നമ്മൾക്ക് കുറച്ച് വെള്ളം കൂട്ടി എടുത്തിട്ട് പാൽ പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ 2 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ ഒരു 3.5 ഗ്ലാസ്സാണ് മൊത്തത്തിൽ തേങ്ങാപ്പാൽ വെള്ളം എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ട് വറുത്തെടുക്കുകയാണ്. കുറച്ച് കാഷ്യൂനട്ട്, ഇതിലേക്ക് മുന്തിരി ഇടാം, സവോള വറുത്ത് ചേർക്കാം. നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ചേർക്കുന്നില്ല, കാഷ്യൂനട്ട് മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ. കാഷ്യൂനട്ട് വറുത്ത് കഴിഞ്ഞ് ആ സെയിം നെയ്യിലേക്ക് തന്നെ നമുക്ക് ആ സ്പൈസസ് എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്പൈസസ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർക്കാം. അത് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല, അത് വഴറ്റി ഒരളവിന് വഴറ്റി ചേർത്താൽ മതി. സവോള വഴന്ന് കഴിയുമ്പം അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്തേക്ക് നമ്മളുടെ അരി കുതിർന്നിട്ടുണ്ടാകും. അത് എന്നിട്ട് വെള്ളം പോകാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. ആ വെള്ളം പോയി കഴിയുമ്പോഴത്തേക്കും അത് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഗീ റൈസിനൊക്കെ ചെയ്യില്ല അതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾക്ക് തേങ്ങാപ്പാൽ ചേർക്കുകയാണ് വേണ്ടത്. ഈ കോക്കനട്ട് റൈസിന് ഞാൻ പറഞ്ഞല്ലോ യെല്ലോ റൈസ് എന്നും പറയും. ഇത് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. സൺഡേയ്സിൽ, എക്സ്പെഷ്യലി സൺഡേയ്സിൽ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ മീറ്റ് ബോൾ കറിയാണ് ആക്ച്വലി ഒരു കോമ്പിനേഷൻ, പിന്നെ ഒരു സാലഡും. അതൊരു മീറ്റ് ബോൾ കറി ഞാൻ ഇനി എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ അരി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഇപ്പോൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ ആവി പോകുമ്പോൾ നമ്മൾ തുറക്കുകയാണ് ചെയ്യുന്നത്. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 3.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി വിട്ടിട്ട് നമ്മൾക്ക് കുക്കർ അടച്ച് വെയിറ്റ് വയ്ക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇവിടെ നമ്മൾ ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ, മീറ്റ് ബോൾ കറിയല്ല. പിന്നെ ആ സാലഡിനെ പറ്റി പറഞ്ഞല്ലോ, ആ സാലഡ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അധികമൊന്നും ഇല്ല, ജസ്റ്റ് സവോള പൊടിയായിട്ട് അരിയുക, പിന്നെ കുക്കുംബർ അതും ചെറുതായിട്ട് അരിയുക, പിന്നെ ഒരു ആപ്പിള് അതും നമുക്ക് വേണ്ടിയ അളവിലാണ് ഇതെല്ലാം എടുക്കേണ്ടത്. ആപ്പിള്, പിന്നെ തക്കാളി, പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്, പിന്നെ ഇത്തിരി മല്ലിയില, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സ് ചെയ്യുക. ഇത്തിരി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊരു മധുരം ചേർക്കണം. ഇച്ചിരി ഷുഗർ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ റൈസിൻ്റെ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇന്നിവിടെ കാഷ്യൂനട്ട് മാത്രം വെച്ച് ഗാർണിഷ് ചെയ്തതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മുന്തിരി, സവോള വറുത്ത് ചേർക്കാം, വേണമെങ്കിൽ കടല വറുത്ത് ചേർക്കാം, മല്ലിയില ഇടാം, ഒക്കെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതാണ് ആ പറഞ്ഞ സാലഡ്, ആപ്പിളും തക്കാളിയും ക്യൂക്കമ്പറും എല്ലാം ചേർത്തുള്ള സാലഡ്.
നമ്മളത് ചിക്കൻ കറിയും ചേർത്ത് കഴിക്കാനും നല്ല ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഈ സൺഡേസിൽ ഗീ റൈസ്, ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിൽ ഇനിയും ഇത് ട്രൈ ചെയ്തിട്ടില്ല ഒരു പ്രാവശ്യം ഒരു സൺഡേ ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഒരു ഡിഷാണിത്. പിന്നെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഈ തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. അത് ഇപ്പം റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ കിട്ടും, അങ്ങനെയും ചെയ്യാം. അതിന് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ കോക്കനട്ട് റൈസൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ ലഞ്ചും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളിതുവരെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കണ്ടില്ല, വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞ പോലെ ആ കോക്കനട്ട് മിൽക്ക് എടുക്കുന്ന ആ ഒരു ടൈമേ ഉള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ഒരു എക്സ്ട്രാ പണിയായിട്ട്. അതുകൂടെ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് സെയിം രുചി തന്നെ വരും, വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അതിൻ്റെ കൂടെയുള്ള സാലഡ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അത് ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സാലഡാണ്. സിമ്പിളാണ്. ഒരു ആപ്പിൾ മാത്രം ഒന്ന് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം കാണും. പിന്നെ ക്യുക്കുംബർ, അതിൻ്റെ എല്ലാം കൂടെ ഒരു ക്രഞ്ചിനെസ്സും ആ ഒരു ആപ്പിളിൻ്റെ മധുരവും, പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാര അതിനകത്ത് ചേർക്കും. പിന്നെ പച്ചമുളകിൻ്റെ ഇത്തിരി എരിവും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അത് ശരിക്കും ട്രൈ ചെയ്ത് നോക്കണതാണ്. പിന്നെ അത് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. അതും ഒന്ന് ഇതിൻ്റെ കൂടെ ട്രൈ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ കൂടെ നമുക്ക് എപ്പോഴെങ്കിലും സാലഡ് എന്തിൻ്റെയും കൂടെ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ. ബൈ.